ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് tan theta by 1 minus cot theta plus cot theta by 1 minus tan theta equal to 1 plus sec theta cosec theta. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. നമ്മൾ കൂടുതലും മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യനും പ്രൂവ് ചെയ്യുന്നത് സൈനിലും കോസിലോട്ടും എക്സ്പ്രസ് ചെയ്തിട്ടാണ്. മിക്ക ക്വസ്റ്റ്യനും നമുക്കൊരു കാര്യം ചെയ്യാം. ടാനിനെ സൈൻ ബൈ കോസ് എന്ന് എഴുതാൻ പറ്റും. കോട്ടിനെ കോസ് ബൈ സൈൻ എന്ന് എഴുതാൻ പറ്റും. കുറച്ച് ലെങ്തിയാണ്, പക്ഷെ അതാണ് നല്ല മെത്തേഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്താ എഴുതാം? അപ്പോൾ ആദ്യം തന്നെ LHS എന്ന് വെച്ച് തുടങ്ങണേ. നമ്മൾ അങ്ങനെ തുടങ്ങണം. LHS തുടങ്ങിയിട്ട് RHSലോട്ട് എത്തിക്കാൻ പോവാണേ. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് തീറ്റനെ എങ്ങനെ എഴുതാം? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ക്ലിയർ? പ്ലസ് ഇനി എന്താണ് അടുത്തത്? ഇവിടെ കോട്ട് തീറ്റ. കോട്ട് തീറ്റനെ നമുക്ക് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇങ്ങനെ ബ്രാക്കറ്റ് ഒന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇത് ഓരോ ടേം സിംപ്ലിഫൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം അല്ലേ? കുറച്ച് ലെങ്തി പ്രോബ്ലം ആണത്. ഇവിടെ ആദ്യത്തെ ടേം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് ബൈ സൈന്. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും അല്ലേ? ഇത് ചെയ്യാനായിട്ട് 1 ഇൻറ്റു സൈൻ മൈനസ് കോസ്, ഫ്രാക്ഷൻ അല്ലേ? 1 ഇൻറ്റു സൈൻ മൈനസ് കോസ്, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇവിടെ എഴുതാം. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ വരും അല്ലേ? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇതേപോലെ അടുത്ത ടേമും ഇതേപോലെ വരും. കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ, ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇൻറ്റു ഡിവിഷൻ ആയതുകൊണ്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തിരിഞ്ഞു വരുമ്പോൾ സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, സൈൻ തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ പ്ലസ് ഇവിടെ ഇതേപോലെ തന്നെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. താഴെയുള്ള ടേം റെസിപ്രോക്കൽ എടുത്താൽ കോസ് തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, കോസ് തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. നമുക്കിത് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നോക്കണം. ഇവിടെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, ഇവിടെ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ അല്ലേ? നമുക്കത് രണ്ടും സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് എടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അതായത് ഒന്നുമില്ല, സിമ്പിൾ ടെക്നിക്ക് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. എ മൈനസ് ബീനെ നമുക്ക് മൈനസ് ഓഫ് ബി മൈനസ് എന്ന് എഴുതാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ ഈ മൈനസ് ഉള്ളിലോട്ട് എടുത്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. എ മൈനസ് ബീനെ നമുക്ക് മൈനസ് ഓഫ് ബി മൈനസ് എന്ന് എഴുതാമല്ലോ. അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റനെ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് എഴുതാം. കാരണം ഇവിടെയും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ, അപ്പോൾ ഇവിടെയും സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ വരും. അതിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് പൊക്കോട്ടെ, എന്നാലും സാരില്ല. ഇവിടെ ന്യൂമറേറ്ററിൽ സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ ആണ്.
താഴെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്നൊരു മൈനസ് പുറത്തോട്ട് എടുത്തോട്ടോ. ആ മൈനസ് ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതാണ്. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയെന്ന് എടുത്ത മൈനസ് ഇങ്ങോട്ട് നീക്കി എഴുതി. കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ. താഴെ സൈൻ തീറ്റ. അപ്പോൾ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ വിൽ ബി മൈനസ് ഓഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇങ്ങനെ വരും. ഇത് മൈനസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ നോക്കിയേ, 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ ഇവിടെയുണ്ട്, 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ ഇവിടെയുണ്ട് അല്ലേ. നമുക്ക് 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ കോമൺ ആയിട്ട് എടുക്കാം. രണ്ടിൽ നിന്നും 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ കോമൺ ആയിട്ട് എടുത്താലോ? ഇവിടുന്ന് 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ പോയാൽ സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ വരും. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് ഇവിടുന്ന് 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ പോയാൽ കോസ് സ്ക്വയർ തീറ്റ ബൈ സൈൻ തീറ്റയും വരും. ശരിയല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ, അറിയാലോ. സൈൻ സ്ക്വയർ ഇൻറ്റു സൈന് സൈൻ ക്യൂബ് തീറ്റ. ശരിയല്ലേ? സൈൻ സ്ക്വയർ ഇൻറ്റു സൈൻ എന്താണ്? സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് സ്ക്വയർ ഇൻറ്റു കോസ് എന്താണ്? കോസ് ക്യൂബ് തീറ്റ. ഓൾ ഡിവൈഡഡ് ബൈ താഴെ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 1/sin തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഫോമിലല്ലേ ന്യൂമറേറ്റർ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ് ഫോർമുല? അതെങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലോ. ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. ഇത് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് ഫാക്ടറൈസേഷനായിട്ട്. ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. എന്താണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാലേ അറിയില്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ, ഇങ്ങനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. കണ്ടിട്ടുണ്ടോ? എ ക്യൂബ് മൈനസ് ബി ക്യൂബിനെ ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. മറക്കില്ലല്ലോ. സൈൻ ക്യൂബ് മൈനസ് കോസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ആ ഫോമിലാണ്. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ, ബി എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. എ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ, ബി എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ. ഓക്കെ, എ മൈനസ് ബി റെഡി ആയിട്ടുണ്ട്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് എ ബി സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ all divided by cos theta sin theta. ഇത് ക്ലിയർ ആയോ? അപ്പോൾ എന്താ സംഭവിക്കണേന്ന് മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പിൽ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ഈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ക്യാൻസലായി പോവും. ബാക്കി എന്താ വരണേ നോക്കിയേ. ബാക്കി വരുന്നത് ചെറിയൊരു സ്റ്റെപ്പ് കട്ട് ചെയ്യാണ് കേട്ടോ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ കാണുന്നുണ്ട് ഇവിടെ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 അല്ലേ? അല്ല, അത് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങോട്ട് എഴുതിയാലോ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. പിന്നെ ഇവിടെ ഒരു സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്, കാണുന്നുണ്ടോ? സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ താഴെ കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ, കുഴപ്പമില്ല. കോസ് തീറ്റ സൈൻ തീറ്റ
ഇങ്ങനെ വന്നു. ഇങ്ങനെയാണോ RHS? പക്ഷെ ഇതിനെ RHS പോലെ ആക്കാൻ പറ്റും. 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇതെങ്ങനെ 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക പറഞ്ഞുതരാം. 1/cos θ sin θ അതാദ്യം എഴുതാം. ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ അങ്ങനെ എഴുതാമല്ലോ. ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ പ്ലസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ sin θ cos θ ബൈ cos θ sin θ. ശരിയല്ലേ? അല്ല, ഇത് നമ്മൾ 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തത് ഫസ്റ്റ് ടേം ബൈ ഡിനോമിനേറ്റർ പ്ലസ് സെക്കൻഡ് ടേം ബൈ ഡിനോമിനേറ്റർ എന്ന് എഴുതിയതാ. ഓർഡർ ഒന്ന് മാറ്റിയാലോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ sin θ cos θയും താഴെയുള്ള sin θ cos θയും വെട്ടിപ്പോവും. വെട്ടിപ്പോയി കഴിഞ്ഞാൽ അത് 1 ആവില്ലേ? അത് ഞാൻ ആദ്യം എഴുതി. ഇവിടെ 1/cos θ sin θ അല്ലേ? 1/cos θ sin θ ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ. 1/cos θ ഇൻറ്റു 1/sin θ. തെറ്റൊന്നുമില്ലല്ലോ? ഒന്ന് വായിച്ചു നോക്കിയേ. 1/cos θ sin θ തന്നെയല്ലേ? അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി 1 കിട്ടി. 1/cos ഇൻറ്റു സൈന 1/cos ഇൻറ്റു 1/sin എഴുതി. മൾട്ടിപ്ലൈ ചെയ്താൽ 1/cos ഇൻറ്റു സൈൻ തന്നെയാണ്. ആൻസർ എഴുതാൻ പോവാണ്. 1 പ്ലസ് 1/cos θ sec θ 1/sin θ cosec θ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് RHS. ഓക്കെ ആയല്ലോ?